നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളായിട്ട് നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ എല്ലാവരും നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ, കണ്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര മഴയാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് 2-3 ദിവസമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയാണ് കേട്ടോ മഴ തുടങ്ങിയത്. അപ്പോൾ മഴ തലേന്ന് രാത്രി പെയ്ത മഴേൻ്റെ ഒരു ഇതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മുടെ അടുക്കളേൻ്റെ ഒരവസ്ഥയാണ് കേട്ടോ അത്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ നമ്മുടെ ഈ അടുക്കളയുടെ ഷീറ്റ് ആദ്യമേ കുറേ ആയി പൊട്ടി കിടക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഡാർപ്പായ ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ കേട് വന്നു, പൂച്ചയൊക്കെ കയറിയിട്ട് മൊത്തം ഓട്ടൊക്കെ ആയിട്ട് ആകെ കേടായിക്കണം കേട്ടോ. അപ്പോൾ ഈ മഴ പെയ്ത മഴ മൊത്തം നമ്മൾ അടുക്കളയിലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നീറ്റ് വന്നപ്പോൾ പിന്നെ അടുക്കള വൃത്തിയാക്കാനും വെള്ളം അടിച്ച് പുറത്താക്കാനൊക്കെ പണിയായിരുന്നു. അപ്പോൾ പിന്നെ അത് ആ അടിച്ച് വരുന്ന പുറത്ത് വെള്ളം അടിച്ച് വാരി കഴുകണ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ അടുക്കളേൻ്റെ ഒരു സ്ഥിതി കേട്ടോ. ഇതാ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയ്ക്ക് കുളിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഏട്ടൻ വന്ന് നോക്കുകയാണ് അടുക്കളേൻ്റെ ഒക്കെ ഒരു സ്ഥിതി. അപ്പോൾ ഞാൻ ഈ ദാർപ്പായ ഇങ്ങനെ ഈ നമ്മുടെ ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ദാർപ്പായ ഇറങ്ങിയിട്ട് അതിൽ നിറഞ്ഞ് വെള്ളം ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കി, ഇതേപോലെ കുറേ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കി കാണിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ആ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഭാഗത്ത് കുറേ കൊള്ളിയൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ടാ. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് കടി നമ്മൾ ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ മറ പൊളിച്ചിട്ടാ. നമ്മൾ അടുക്കളേൻ്റെ നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഇവിടെ ആദ്യം മറ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മറയ്ക്കാൻ വേണ്ടി ഞാൻ ഓലൊക്കെ മുടഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ അത് മറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ മറയൊക്കെ പൊളിച്ചിട്ടതായിരുന്നു കേട്ടോ. നമ്മുടെ മറേൻ്റെ ഈ വാരികളുണ്ടല്ലോ, കൊള്ളികൾ, അതൊക്കെ കേട് വന്ന് ചെതൽ വന്നിട്ട് കേട് വന്നിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് അയച്ചിട്ടിട്ട് പുതിയ കവുങ്ങൊക്കെ മേടിച്ചിട്ട് പിന്നെ അങ്ങനെ കാലൊക്കെ കുഴിച്ചിട്ട് മറയ്ക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോഴേക്കാണ് പിന്നെ മഴ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഓലയൊക്കെ എന്താ പാടുന്നൊന്നും അറിയില്ല. മഴയത്തിരുന്നാൽ പിന്നെ ഓല കേട് വരുമല്ലോ. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അതിൻ്റെ മുകളിൽ ഒരു പായൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് മറയ്ക്കണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ പോണ്ടി വരും. അപ്പോൾ മറ ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് ശീതടിക്കും കേട്ടോ. ശീതടിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? വെള്ളം ഇങ്ങനെ നമ്മുടെ മേത്തേക്ക് തെറിക്കില്ല മഴ പെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ശീതടിക്കും. അപ്പോൾ നമ്മൾ മഴ മാറി ഒരു ഗ്യാപ്പ് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ അടുപ്പത്ത് നിന്നത്. അപ്പോൾ പിന്നെ ഗ്യാസുമ്മ ഉണ്ടാക്കിക്കൂടെയെന്ന് ചോദിക്കും. അപ്പോൾ ഗാസുമ്മ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസിൻ്റെ കുറ്റി അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഏട്ടന് പണി കുറവൊക്കെ ആവും. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കും. അപ്പോൾ അതിൽ നല്ലത് നമുക്ക് പരമാവധി അടുപ്പത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന അങ്ങനെ അങ്ങോട്ട് വയ്ക്കും ചെയ്യുക. അതല്ല പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ആ സമയത്ത് ഗ്യാസ് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതിൽ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അപ്പം അടുപ്പത്തുണ്ടാക്കി. പിന്നെ അപ്പം ആയ ശേഷം ഞാൻ അവിടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ട്, അപ്പോൾ ചോറും അപ്പം അവിടെ ഉണ്ടാക്കി. അതൊക്കെ ആകുമ്പോൾ കുറേ നേരം അടുപ്പത്തിരിക്കേണ്ടത്. കറിയൊക്കെ ആകുമ്പോൾ പിന്നെ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അപ്പം അവിടെ ഉണ്ടാക്കിയിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറിന് വെള്ളം വെക്കുമ്പോഴത്തേനും വീണ്ടും നല്ല മഴ പെയ്ത്. അപ്പോൾ മഴ അതാണ് കേട്ടോ തലയിൽ മുണ്ടിട്ടിക്കണത്. അങ്ങനെ പിന്നെ ഞാൻ കറി വെക്കാനായിട്ട് ഇങ്ങോട്ട് പോകുന്നു. പച്ചക്കറിയാണ് കേട്ടോ ഓട്ടടയ്ക്ക്. പിന്നെ ഇന്നലത്തെ മത്തിക്കറിയുണ്ട്. അപ്പോൾ കുറച്ച് പച്ചക്കറി കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളി, ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ കൂടി പച്ചത്തേങ്ങ അരച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് കറി വയ്ക്കുമല്ലോ. അപ്പോൾ നമ്മളിവിടെ അധികം ഓട്ടടയ്ക്ക് ദോശയ്ക്കൊക്കെ തലേ ദിവസത്തെ കറിയാണ് കേട്ടോ എടുക്കൽ. അപ്പോൾ ഇന്ന് മത്തിക്കറി കുറച്ചുണ്ട്. അപ്പോൾ ഒന്ന് തികയില്ലെങ്കിലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് കറിയും കൂടി വെച്ചിട്ടാണ്. പിന്നെ ഒരു കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ, നിങ്ങളെ വീട്ടിൽ എന്നും ദോശയും ഓട്ടടയും പുട്ടും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് ചോദിച്ചിട്ടാ. അങ്ങനെയല്ല കേട്ടോ, നമ്മളിവിടെ എല്ലാ കടികളും ഉണ്ടാക്കും കേട്ടോ. നൂൽപുട്ടും ഇഡ്ഡലിയും എന്താ പറയുക ഉഴുന്ന് ദോശ, ഉപ്പുമാവ്, അങ്ങനെ എല്ലാ കടികളും ഉണ്ടാക്കും കേട്ടോ. പക്ഷെ ഇവിടെ അച്ഛനോ ഏട്ടനോ അതൊന്നും ഇഷ്ടമല്ല. ഈ പുളിയുള്ള ഐറ്റം കടികളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടം ഈ ഓട്ടട, ദോശ, പുട്ട് ഒക്കെ കേട്ടോ. പിന്നെ വല്ലപ്പോഴും ഉപ്പുമാവും തിന്നും, അതും അധികം ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ നമ്മൾ 2 കടി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഇത് തന്നെയാണ് ഉണ്ടാക്കുക. പിന്നെ ഏട്ടനൊക്കെ നേരത്തെ ഓട്ടം പോണ ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ ചിലപ്പോൾ അച്ചയ്ക്ക് എങ്ങോട്ടും പോകണം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള ദിവസങ്ങളിൽ പിന്നെ നമ്മൾ എന്താ പറയുക ഉഴുന്ന് ദോശ
ഇഡ്ഡലിയൊക്കെ ചുടാറുള്ളൂ കേട്ടോ. അല്ലാതെ അവരുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ 2 കടി ഇതും ഉണ്ടാക്കണം അതും ഉണ്ടാക്കണം. അപ്പോൾ അത് വലിയൊരു പണിയല്ലേ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അധികം ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കമൻറ്റിലൂടെ ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അങ്ങനെ ഞാനിതാ അച്ഛനൊക്കെ എണീറ്റ് വന്നിട്ട് പല്ലൊക്കെ തേച്ച് അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ അവർക്ക് ഏതായാലും ചായ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഏട്ടനെ വിളിച്ച് വേഗം. മോളും എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ പല്ല് വെച്ചിട്ട് ഒന്നിച്ചോട്ട് ചായ കൊടുത്താൽ പിന്നെ ഒന്നിച്ചോട്ട് പണി ചെയ്യുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നല്ല മഴയായ കാരണം ഇന്നിപ്പോൾ ആരും പുറത്തൊന്നും പോകലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഓരോരുത്തർ കുടിക്കാതെ ഒന്നിച്ചോട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ അവർക്ക് ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടാണ് നമുക്കുള്ള ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ പറ്റുന്ന പോലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചായയും കടിയൊക്കെ കൊണ്ടുപോയി കൊടുത്തിക്കണ ഇതാണ് കേട്ടോ അച്ഛന്. അപ്പോൾ അച്ഛനോടും പറഞ്ഞ് ചായ കുടിച്ചോളാം. അപ്പോൾ പിന്നെ അവർ രണ്ടാളും കൂടി അവിടെ ഇരുന്നോളൂ. പിന്നെ ഞാനും മോളും കൂടി അവിടെ ഉമ്മർത്ത് പോയിരുന്നു കേട്ടോ. അധികം ചായ കുടിക്കുക നമ്മളധികം ഇങ്ങനെ ടേബിളും ഇരിക്കലില്ല. അച്ഛനും ഏട്ടനൊക്കെ അവിടെ ഇരിക്കും. ഞാനും മോളും പിന്നെ ഉമ്മർത്ത് പോയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ ചെയ്യാം. അങ്ങനെ പിന്നെ ചായയോടെയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ പറയുകയാണ് നല്ല മഴയാണല്ലോ, അടുക്കള എന്താ കാട്ടുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്നും അടുക്കള ശരിയാക്കാൻ പറ്റിയൊരു സ്ഥിതിയിലൊന്നുമല്ല കേട്ടോ നമ്മൾ. അപ്പോൾ ഈ മഴക്കാലം പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ മോളിതാ ചായക്ക് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. പത്രം അച്ഛൻ കടയിലേക്ക് പോയതാണ് രാവിലെ, കട തുറക്കാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ നല്ല മഴയായത് കാരണം കട തുറക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നതാണ് പത്രമൊക്കെ മേടിച്ചിട്ട്. അല്ലാതെ നമ്മളെ വീട്ടിൽ പത്രമൊന്നും മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ വരുമ്പോൾ പത്രം കൊടുന്നതാണ്. അങ്ങനെ പിന്നെ നമ്മൾ കൈ കഴുകൽ ഇതാ ഉമ്മറത്ത് ഇങ്ങനെ പൈപ്പൊന്നുമില്ല കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളിവിടെ ഉമ്മറത്ത് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വെക്കില്ല കേട്ടോ ചെയ്യൽ. അങ്ങനെ ഞാനിത് അവിടെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഒന്നും ഓടി മഴ മാറിയെന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ ചോറ് വെച്ചിട്ടാണ്. കറി പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ല. മീൻ കിട്ടിയാൽ പിന്നെ നമുക്ക് ഗ്യാസുമ്മ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറ് അങ്ങനെ ഞാൻ വാർത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.